السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു അംബിയ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അംബിയയിലെ 13-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകളെ അവർക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ അവർ പേടിച്ച് ഓടുകയും അവരുടെ വീടുകളും അതുപോലെ തന്നെ അവരുടെ താമസ സ്ഥലങ്ങളും എല്ലാ സമ്പത്തും വിട്ടേച്ച് അവരോടിപ്പോകുന്ന രംഗമാണ് കഴിഞ്ഞ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ശേഷം വരുന്ന ആയത്തുകളിലും ഉള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قالوا يا ويلنا إنا كنا ظالمين قالوا يا ويلنا إنا كنا ظالمين قالوا يا ويلنا إنا كنا ظالمين فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين وما خلقنا السماء والأرض وما بينهما لاعبين وما خلقنا السماء والأرض وما بينهما لاعبين لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين അത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഖാലു യാ വൈലന, അവിടെ യാ എന്നുള്ളിടത്ത് അധികം നിന്നിട്ട് 2 അക്ഷരമാണ് നിന്നിട്ടുണ്ട്. യാ വൈലന, അവിടെ ഹംസ് ആണ് അക്ഷരത്തിന് ശേഷമുള്ളത്. അപ്പോൾ യാ വൈലന എന്ന് 5-6 ഖദർ നിട്ടണം. ഇന്ന അവിടെ മണിച്ചിട്ടാണ് അതുണ്ട്. ഇന്ന കുന്ന എന്ന് മാത്രമല്ല ഇന്ന കുന്ന എന്നവിടെ മണിച്ചിട്ടാണ് അതുണ്ട്.
അതുപോലെ തന്നെ ഇന്നാ കുന്നാ ളാലിമീൻ, ളാലിമീൻ. പിന്നെ വഖഫിൻ്റെ അടുത്ത് മദ്ദുണ്ടാകുമ്പം നമുക്ക് 4-5 ഖദർ നീട്ടി നിർത്താം. ളാലിമീൻ എന്നല്ല, ളാലിമീൻ എന്നിട്ട് നിർത്താം. അതേപോലെ ഫമാ സാലത്ത് തിൽക ദഅവാഹും, ഫമാ സാലത്ത് തിൽക, അവിടെ സാലത്ത് തിൽക എന്നാണ് അസ്ൽ, അടിസ്ഥാനം. പക്ഷെ നമുക്കറിയാം ഒരു 2 അക്ഷരം ഒരുപോലെ വരികയും ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനാവുകയും ചെയ്താൽ ഒരു അക്ഷരത്തെ മറ്റേ അക്ഷരത്തിലേക്ക് ചേർക്കണം. പക്ഷെ അവിടെ മണിക്കാനൊന്നും പാടില്ല, താ ആണ്, അതുകൊണ്ട് മണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫമാ സാലത്ത് തിൽക, ഫമാ സാലത്ത് തിൽക എന്നല്ല, സാലത്ത് തിൽക, സാല ലാമ് കഴിഞ്ഞിട്ട് പിന്നെ താന് ശബ്ദമാണ് വരേണ്ടത്. സാലത്ത് തിൽക, തിൽക ദഅവാഹും, ദഅവാഹും ഐനാണ് ദഅവാഹും. പിന്നെ ഹത്ത, അവിടെ അധികം നീട്ടേണ്ടല്ല, ഹത്ത നീട്ടേണ്ടല്ല, ഹത്ത 2 അക്ഷരം നീട്ടിയാൽ മതി. ഹത്ത ജഅൽനാഹും, ജഅൽനാഹും അവിടെ മീമ് ഒളിവാക്കണം. മീമ് ജഅൽനാഹു എന്നല്ല, അവിടെ മണിക്കാൻ പാടില്ല, മീമ് സുക്കൂൻ. ജഅൽനാഹും ഹസീദൻ, ഹ ആണ്, സ്വാദാണ്. അസീദൻ എന്നല്ല, ഹസീദൻ എന്നല്ല, ഹസീദ്, ഹസദ, ഹസീദൻ ഖാമിദീൻ. അവിടെ ഇൽഹാർ ചെയ്യണം, തൂനു തൻവീൻ, ഹസീദൻ ഖാമിദീൻ. കാരണം ഖാ ഇൽഹാറിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്, അറിയാലോ. അപ്പം ഹത്ത ജഅൽനാഹും ഹസീദൻ ഖാമിദീൻ, ഹസീദൻ ഖാമിദീൻ ഓതാൻ പാടില്ല, ഹസീദൻ ഖാമിദീൻ. അവിടെ ഖാ എന്നുള്ള 2 അക്ഷരം നീട്ടിയാൽ മതി. ഖാമിദീൻ ഓതരുത്, ഖാമിദീൻ. പിന്നെ വമാ ഖലഖന സമാ, ഖലഖന, ഖലഖ, ഖ ഹുറൂഫുൽ ഖൽഖലിൽപ്പെട്ടതാണ്, സുക്കൂൻ വന്നു. അപ്പം ഖലഖന, ഖലഖന സമാ, സമാ അവിടെ മദ്ദശരത്തിന് ശേഷം ഹംസയാണ്. അപ്പോൾ 5-6 അക്ഷരങ്ങൾ നീട്ടണം. സമാ വൽ അർദ, വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ, ലാഇബീൻ അല്ല, ലാഇബീൻ. അവിടെ അസ്രിയാറ്റുൽ മദ്ദയുള്ളതുകൊണ്ട്. പിന്നെ ലൗ അറദ്ന, ലൗ അറദ്ന, ദാലിന് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖല. അപ്പം ലൗ അറദ്ന, ലൗ അറദ്ന അവിടെ നൂന് നീട്ടണം. പിന്നെ അന്നത്തഖിദ, അന്നത്തഖിദ 2 നൂന് ഒരുമിച്ച് വന്നു. ആദ്യത്തെ നൂന് സുക്കൂനാണ്, ഇദ്ഗാം ചെയ്യണം ഗുന്നത്തോടുകൂടി. അപ്പം അന്നത്തഖിദ ലഹ്വൽ, പിന്നെ ലഹ്വൻ ലത്തഖദ്നാഹു എന്നാണ്. ലഹ്വൻ എന്നുള്ള തൻവീനുണ്ട്, പിന്നെ ലാമാണ് വരുന്നത്. ആ തൻവീനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം ലഹ്വൻ ലഹ്വൻ എന്നോതാൻ പാടില്ല, ലഹ്വൻ എന്നോതാൻ പാടില്ല. അവിടെ ഇൽഹാർ ചെയ്യാനും പാടില്ല, മണിക്കാനും പാടില്ല. ലഹ്വൻ ലത്തഖദ്ന, ലഹ്വൻ ലത്തഖദ്ന, അവിടെ ലഹ്വൻ എന്നോതാൻ, മണിച്ചോതാൻ പാടില്ല. അതുപോലെ തന്നെ ലഹ്വൻ എന്ന് ഇൽഹാർ ചെയ്യാനും പാടില്ല. അന്നത്തഖിദ ലഹ്വൻ 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 ലത്തഖദ്നാഹു, ലഹ്വൻ ലത്തഖദ്നാഹു മിൽ. അതേപോലെ തന്നെ മില്ലദുന്ന, അവിടെ ഇതേപോലെ തന്നെയാണ്. നൂനെ വെളിവാക്കാൻ പാടില്ല, മണിക്കാനും പാടില്ല. മിൻ മില്ല, അതുപോലെ തന്നെ മില്ലദുന്ന എന്നോതാൻ പാടില്ല, മിൻ ലദുന്ന എന്നും പാടില്ല. മില്ലദുന്ന, മില്ലദുന്ന ലാമിലേക്ക് ഇദ്ഗാം ചെയ്യാൻ, ബിലാ ഗുന്ന, ഉന്നത്ത് പാടില്ല. അപ്പോൾ ലത്തഖദ്നാഹു മില്ലദുന്ന, അവിടെ മണിക്കുകയും വേണം, മദ്ദും വേണം. മില്ലദുന്ന, നൂനെ മണിച്ചിട്ട് നീട്ടണം. മില്ലദുന്ന, മണിക്കുകയും നീട്ടുകയും വേണം, മദ്ദും വേണം, അതുപോലെ തന്നെ മണിക്കുകയും വേണം, ഉന്നത്ത് വേണം. കുന്ന, അവിടെ
ഇൻ കുന്ന എന്ന് തോന്നാൻ പാടില്ല. ഇൻ കുന്ന ഫാഇലീൻ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പിന്നെ കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല തർക്കുദു വർജിഉ ഇലാ മാ ഉത്രിഫ്തും ഫീഹി വമസാകിനിക്കും ലഅല്ലക്കും തുസ്അലൂൻ. നിങ്ങൾ ഓടിപ്പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ എന്താണ് സമ്പാദിച്ചതിലേക്ക് തന്നെ മടങ്ങിക്കോളൂ. നിങ്ങളുടെ മസാക്കിനുകളുണ്ട്, അതിനെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതാണ്. ഖാലു, ആ സന്ദർഭത്തിൽ അവർ പറയാണ്, അഥവാ അവർ തിരിച്ചു ഓടിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ ശിക്ഷ. ഫലമ്മ അഹസ്സു ബഅസന, നമ്മുടെ ശിക്ഷ അവർക്ക് ബാധിച്ച സന്ദർഭത്തിൽ അവർ തിരിച്ച് അവരുടെ പിന്നെ വീടുകളൊക്കെ വിട്ട് പോകുന്ന സന്ദർഭത്തിൽ അവർ പറയുന്ന വാക്കെന്ന് ഖാലു, അവർ പറഞ്ഞു. ഈ ഖാലു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ആർക്കാണ് ഇറങ്ങിയത്? ആ ഇറങ്ങിയ ആളുകൾ അവിടെ വീടും താമസത്തിലൊക്കെ ഇട്ട് ഓടുകയാണ്. ആ ഓടുമ്പോൾ എന്താണ് അവർ പറയുന്നത്? ഖാലു, അവർ ഇത് പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. എന്താണ് അവർ പറയുന്നത്? യാ വൈലന, യാ വൈൽ. വൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നാശം, നരകം എന്നൊക്കെ അർത്ഥം. അപ്പം നാശം, അവർ സ്വന്തം നശിച്ചു പോയി എന്ന് അവർ തന്നെ തിരിച്ചറിയാം. ഇതെല്ലാവരും തിരിച്ചറിയ സംഗതി. അള്ളാഹുവിൻ്റെ അദാബ് നേർക്കുനേരെ കണ്ണുകൊണ്ട് കാണുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും ബോധം വരും. അതുവരെ ബോധം ഉണ്ടാവില്ല, അതുവരെ നിഷേധിച്ച് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് നടക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ അദാബ് നേരിൽ കാണുന്ന സന്ദർഭത്തിൽ ഇനി രക്ഷയില്ല എന്ന് കാണുമ്പം യാ വൈലന എന്ന്, ഞങ്ങളുടെ നാശമേ. ഇന്ന കുന്ന ളാലിമീൻ. അപ്പം ഇന്ന കുന്ന, നിശ്ചയമായും ഞങ്ങൾ. അവിടെ തൗക്കീദിട്ടിട്ടാണ് പറഞ്ഞ് ഇന്ന, നിശ്ചയമായും ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല. അപ്പം ഞങ്ങൾ ളാലിമുകളായിരുന്നു എന്നത് തീർച്ചയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അള്ളാഹിൻ്റെ അദാബ് വന്നതും. അപ്പം അള്ളാഹുവിൻ്റെ അദാബ് വരുമ്പോൾ അവർ ളാലിമുകളാണെന്ന് അവർ തീർച്ചയായിക്കൊണ്ടും തിരിച്ചറിയും. പക്ഷെ അപ്പം തിരിച്ചറിഞ്ഞിട്ട് കാര്യമുണ്ടോ? തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലോകത്ത് ഫിറഔൻ അടക്കമുള്ള ആളുകൾ മുങ്ങിച്ചാവുമ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ മുസ്ലിമാണ്, മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും അള്ളാഹുവിനെ യഥാർത്ഥ പഠിച്ചവന് എന്നൊക്കെ അവർക്ക് എല്ലാവർക്കും തിരിച്ചറിയും. ലോകത്ത് ഏത് കാഫർ മരിക്കുകയാണെങ്കിലും ഏത് സത്യനിഷേധി മരിക്കുകയാണെങ്കിലും മരിക്കുന്ന സന്ദർഭത്തിൽ അവരിതെല്ലാം തിരിച്ചു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രണ്ട് കാര്യം വരുന്നവരെ ഒരാൾക്ക് മടങ്ങാനുള്ള അവസരമുണ്ട്, തെറ്റിൽ നിന്ന് മടങ്ങാനുള്ള അവസരമുണ്ട്. ഒന്ന് ഖർഖറിൻ്റെ സമയം, അതായത് അവൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന അതിൻ്റെ മുമ്പായിട്ട് എന്ത് ചെയ്യാം? അവന് മടങ്ങും. രണ്ടാമത്തെ കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹത്താ തത്ലുഅ അശംസു മിനൽ മഗ്രിബ്, അതായത് സൂര്യൻ എന്ത് ചെയ്യുക? പടിഞ്ഞാറുന്ന് വരിക. സൂര്യൻ പടിഞ്ഞാറുന്ന് വരുമ്പോൾ എന്താ ഉണ്ടാകുക? കാരണം സാധാരണ കിഴക്കുന്നാണ് സൂര്യൻ ഉദിക്കുക. ആ കിഴക്കുന്ന് ഉദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറുന്ന് വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്ത് കഴിഞ്ഞു, ലോകമാകെ തകരാൻ പോവുകയാണ്. കാരണം താളം തെറ്റിയല്ലോ, അതുവരെ ഇങ്ങനെ പോവും. അപ്പം ആ താളം തെറ്റിയെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ബോധ്യമാവും ഇന്ന കുന്ന ളാലിമീൻ. പക്ഷെ അതുകൊണ്ടെന്തില്ല, ഒരു കാര്യമില്ല. അതാണ് ഖാലു യാ വൈലന ഇന്ന കുന്ന ളാലിമീൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അതായത് ഏത് സത്യനിഷേധിയാണെങ്കിലും അള്ളാഹുവിൻ്റെ അദാബ് വരുമ്പോൾ അവൻ ആ അദാബിൻ്റെ മുന്നിൽ കീഴൊതുങ്ങും. പ്രയോഗമാണ് അത്. ഇവരവർ പറഞ്ഞു, പിന്നെ അള്ളാഹുവിൻ്റെ ഏത് അദാബ് ഇറങ്ങുന്ന ആളുകളുടെ അവസ്ഥ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഏത് അദാബ് ഇറങ്ങുന്ന ആളുകളുടെ അവസ്ഥ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്യായമായിക്കൊണ്ട് ശിക്ഷിക്കപ്പെട്ടവരാണ് എന്നൊരു ബോധം എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവർക്കുണ്ടാവില്ല. അത് ഞങ്ങൾ പഠിച്ചാൽ ഞങ്ങളിപ്പോൾ എന്തിനാ ശിക്ഷിച്ച് എന്നവർക്ക് എന്തുണ്ടാവില്ല. ഇന്നാ കുന്ന ളാലിമീൻ എന്നവർ പറയും. ഇത് മാത്രമല്ല അള്ളാഹു പറയുന്നത് ഫമാ സാലത് തിൽക ദഅവാഹും. മാ സാല എന്ന് പറഞ്ഞാൽ എന്താ? ആയിക്കൊണ്ടേയിരിക്കുക. മാ സാല, മാ സാല എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കാനയുടെ ഖവാത്തിൽപ്പെട്ടതാണ്. മാ സാല ആയിക്കൊണ്ടേയിരിക്കുക എന്നതിനർത്ഥം, ആയിക്കൊണ്ടിരിക്കുക. ലാ യസാലു എന്ന് പറയും. മാസാല എന്നുള്ളതിൻ്റെ മുദാരിയായിട്ട് പിന്നെ കഴിഞ്ഞധികം മുന്തിക്കാൻ ലാ യസാലു പിന്നെ എന്ന് പറയും. അതിൻ്റെ മറ്റൊരുതാണ് ഫമാസാല. ലാ യസാലു
അതുപോലെ തന്നെ മാസാല, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ വെച്ചാൽ ആയിക്കൊണ്ടേ ഇരിക്കുക എന്നർത്ഥം. ഫമാസാല, ആയിക്കൊണ്ടേയിരുന്നു, തിൽക്ക, അതായത് ഈ വാചകം, തിൽക്ക എന്ന് പറയുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ ഈ യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ എന്ന് പറയുന്ന ആ കെലിമത്ത് ആയിക്കൊണ്ടേയിരുന്നു. ദഅവാഹും, അവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ വിളി. ദഅവ എന്ന് പറഞ്ഞത് അവിടെ വാദം അല്ലെങ്കിൽ അവിടെ വിളി, അതായിക്കൊണ്ടേയിരുന്നു. അതായത് ഇതന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്നാ കുന്നാ ളാലിമീൻ, ഇന്നാ കുന്നാ ളാലിമീൻ, യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ എന്നത് അവരുടെ ദഅവ ആയിക്കൊണ്ടേയിരുന്നു. ഏതുവരെ? ഹത്ത, നാം അവരാക്കി, ജഅൽനാഹും, നാം അവരെ ആക്കുന്നത് വരേക്കും അവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എങ്ങനെ ആക്കുക? ഹസീദൻ, ഹസീദ്, ഹസദ എന്ന് പറഞ്ഞാൽ ശരിക്ക് കൊയ്യുക എന്നർത്ഥം. ഹസദ സ്വാദ്. എന്നാൽ ഹസദ എന്ന് പറഞ്ഞാലോ അസൂയപ്പെടുക. ഹസദ ഇപ്പോൾ രണ്ടർത്ഥം വ്യത്യാസമുണ്ട്. ഹസദ, ഹസ്വദ. ഹസ്വദ എന്ന് പറഞ്ഞാൽ നെല്ല് കൊയ്തെടുക്കുന്ന ഹസ്വദ എന്ന് പറയും. അതുപോലെ തന്നെ വേട്ടയാട എന്നൊക്കെ പറയും. അതായത് ഒരു മൃഗമാണെങ്കിലും അതുപോലെ തന്നെ ജീവികളാണെങ്കിലും അതിന് ഹസ്വദ എന്ന് പറയും, വേട്ടയാടെന്നർത്ഥം. നെല്ല് കൊയ്തെടുക്കുന്നതിന് ഹസ്വദ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഹസീദ് എന്ന് പറഞ്ഞാൽ ശരിക്കും കൊയ്തെടുക്കപ്പെട്ട നെല്ല് അല്ലെങ്കിൽ ധാന്യം എന്ന് പറഞ്ഞാൽ അവരെ നാം എന്താക്കി? സാധാരണ കൊയ്തെടുത്ത കറ്റ എന്ന് പറയില്ല, കറ്റ. കുട്ടികൾക്ക് കറ്റ പറഞ്ഞാൽ അറിയാമോ? കറ്റ എന്ന് പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാടാ? മനസ്സിലായില്ല. കുട്ടികൾ പാടൊന്നും കാണില്ലല്ലോ. കറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ല് കൊയ്തെടുത്തിട്ട് കെട്ടിയതിനാണ് കറ്റാറ്. അപ്പം അതാണ് ശരിക്കും ഹസീദ്. അവരെ നാം കൊയ്തെടുത്ത ധാന്യങ്ങളെ പോലാക്കി എന്ന് പറഞ്ഞാൽ എന്താക്കി? നശിപ്പിച്ചു പറഞ്ഞു. ഖാമിദീൻ, ഹമദ എന്ന് പറഞ്ഞ ശരിക്ക് അനങ്ങാതെ എന്ന് പറയാം. ഹമദ പറഞ്ഞാൽ അതായത് ശരിക്കും അവിടെ മയ്യത്തായി എന്നർത്ഥം. ഹമദ എന്ന് പറഞ്ഞാൽ സക്കന എന്നർത്ഥം. അതായത് അനങ്ങാതെ നിൽക്കുക, ഒരു ചലനവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ മയ്യത്തുകളായ, കൊയ്തെടുക്കപ്പെട്ട മയ്യത്തുകളാക്കി നാം അവരെ മാറ്റുന്നത് വരെ ഇതന്നെയാണ് അവർ പറഞ്ഞുകൊണ്ട്. ഏത്? ഇന്നാ കുന്നാ ളാലിമീൻ കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ച് ജീവിച്ച ആളുകൾ അവരെ നാം ഇങ്ങോട്ടുണ്ടാക്കി സാധാരണ നമ്മൾ ചപ്പിളിയാക്കി എറിയില്ലേ എന്ന് പറഞ്ഞാൽ സൂറത്ത് ഫീലുണ്ടല്ലോ, അസ്മഅക്കൂൽ എന്ന് പറഞ്ഞാൽ തിന്ന ഇടപ്പെട്ട കാഷ്ടം പോലെ അല്ലെങ്കിൽ അതുപോലത്തെ, അതാണ് ഹസീദൻ എന്ന് പറഞ്ഞാൽ അവരെ നാം കൊയ്തെടുത്ത് ഇങ്ങനെ കറ്റകൾ നിരത്തിയിട്ട മോഡൽ. കറ്റ കൊയ്തെടുത്ത് കഴിഞ്ഞാൽ സാധാരണ എന്താ ഉണ്ടാകുക? എവിടേക്കാണ് നമ്മൾ എടുത്തിരുന്നത് അവിടെ നിറഞ്ഞ മയ്യത്തായില്ലേ? കൊയ്തെടുക്കുന്നതോടെ എന്തായി? മയ്യത്തായി. അപ്പോൾ ആ കൊയ്തെടുത്തപ്പെട്ട കറ്റകളെപ്പോലെ ഹാമിദുകളായി, മയ്യത്തുകളായി നാം അവരെ മാറ്റുന്നത് വരേക്കും ഇത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത്? യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ, യാ വൈലന കുന്നാ ളാലിമീൻ എന്ന് പറഞ്ഞാൽ അവർ മരിക്കോളും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുന്നില്ല. ആ ശിക്ഷ അകപ്പെട്ടതിലുള്ള ഖേദം അവർ പ്രകടിപ്പിക്കുക. പക്ഷെ ആ സന്ദർഭത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇതൊക്കെ അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലത്തെ സമ്മതികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അതാണ് ഫമാ സാലത് തിൽക ദഅവാഹും ഹത്താ ജഅൽനാഹും ഹസീദൻ ഖാമിദിൻ. അവിടെ ജഅൽനാഹും, അവിടെ കറ്റകളാക്കി നാം അവരെ മാറ്റി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജഅല എന്ന ഫിഅലിന് രണ്ട് മസ്ദർ ഉണ്ടാവും. ജഅല, അപ്പോൾ ജഅൽനാഹും ഹസീദൻ. എത്ര മസ്ദർ? രണ്ട് മസ്ദർ അല്ല, സോറി, മഫ്ഊൽ ബിഹി. സാധാരണ ജഅലക്ക് ഒരു മഫ്ഊൽ മാത്രം ഉണ്ടായാൽ ഖലഖ എന്നർത്ഥം. ഇത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സാധാരണ മുഅ്തസില വിഭാഗം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മുഅ്തസിലാക്കൾ ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞ ആൾക്കാരാണല്ലോ. നമുക്കറിയാം ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ കാലത്തൊക്കെ വലിയ ഫിത്ന ഉണ്ടായ സംഭവമാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണല്ലോ. ഇപ്പം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിപ്പം ചർച്ച പ്രസക്തമല്ല. ഇന്നിപ്പം ജിന്ന് ഭൗതികമാണ്, അഭൗതികം തർക്കം.
മനസ്സിലായില്ലേ? അത് ഓരോ കാലത്ത് ഓരോ ഫിത്തിന് ഓരോ ചർച്ചകളുണ്ടാകുക. ഇമാം അഹ്മദിൻ്റെ കാലത്ത് ഖുർആൻ സൃഷ്ടിയാണല്ലേ എന്നുള്ളതാണ്. പിന്നെ കുറച്ചതിന് ശേഷം ഷിയാക്കളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാലഘട്ടത്തിലും ചർച്ച ഉണ്ടാവും. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ പിന്നെ ജഅല എന്നുള്ള വിശുദ്ധ ഖുർആൻ ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയൻ, അവിടെ ജഅൽന പിന്നെ ജഅല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജഅല എന്ന് പറഞ്ഞാൽ ഖലഖ എന്നർത്ഥം. അപ്പോൾ അള്ളാഹു ഖുർആൻ അറബി ഭാഷയിലാണ് സൃഷ്ടിച്ചത് എന്നാണ് ഒരു അർത്ഥം പറയാം. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയൻ. ഇപ്പോൾ ജഅലക്ക് ഖലഖ എന്നർത്ഥമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ജഅലക്ക് എപ്പോഴാണ് ഖലഖ എന്നർത്ഥമുണ്ടാകുക വെച്ചാൽ ഒരു കർമ്മം മാത്രം ഉണ്ടാകുമ്പോൾ. അപ്പോൾ ജഅലൽ ഖമറ, അപ്പോൾ ജഅലല്ലാഹുൽ ഖമറ, ജഅലല്ലാഹുൽ ഖമറ എന്ന് പറഞ്ഞ അർത്ഥം ജഅലല്ലാഹുൽ ഖമറ പറഞ്ഞാൽ അള്ളാഹു ചന്ദ്രനെ സൃഷ്ടിച്ചു. ഓക്കെ, ഇനി ഇപ്പോൾ ജഅലല്ലാഹുൽ ഖമറ പറഞ്ഞാൽ അള്ളാഹു ചന്ദ്രനെ സൃഷ്ടിച്ചു എന്നർത്ഥം. ഇനി ഒരു മഫ്ഊൽ കൂടി പഠിച്ചു നോക്കാം നമുക്ക്. ജഅലല്ലാഹുൽ ഖമറ നൂറൻ എന്നാക്കിയാലോ? ഇപ്പം എന്താ അർത്ഥം? അള്ളാഹു ചന്ദ്രനെ പ്രകാശമാക്കി. അർത്ഥം മാറിയില്ലേ? അത് മാറിയില്ലേ? ജഅലല്ലാഹുൽ ഖമറ നൂറൻ എന്ന് പറഞ്ഞാൽ എന്തായി? ഇവിടെ ഇത് ഖമർ ഒരു മഫ്ഊലാണ്, നൂറെന്ന് രണ്ടാമത്തെ മഫ്ഊൽ. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ കർമ്മം. മറ്റേ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കർമ്മ ക്രിയ എന്ന് മറ്റേന്ന് പറയട്ടോ. നമ്മൾ കർമ്മം എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം, ദുൽക്കർമ്മം, ആ കർമ്മമല്ല ഇവിടെ ഉദ്ദേശം. അതായത് പ്രവർത്തനം, ക്രിയ നടത്തപ്പെടുന്ന ആരിലാണോ അതാണ് കർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ ജഅലല്ലാഹുൽ ഖമറ എന്ന് പറഞ്ഞാൽ ഇവിടെ ജഅല എന്ന ഉദ്ദേശം ഖലഖ എന്നർത്ഥം. എന്നാൽ നൂറെന്ന് കൂടി പറഞ്ഞാൽ ഈ ജഅലക്ക് എന്തായി അർത്ഥം? ആക്കി, സയ്യറ, അങ്ങനെ മാറ്റി എന്നർത്ഥം. ഖുർആനിൽ ഇന്നാ ജഅൽനാഹു ഖുർആൻ അറബി എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനെ നാം അറബി സൃഷ്ടിച്ചു എന്നാ? അല്ല, ഖുർആൻ അറബിയിലാക്കിയതർത്ഥം. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അഖീദ തെറ്റിപ്പോകാൻ പിന്നെ അറബി അറിയാഞ്ഞാലും മതി. അറബി അറിയാഞ്ഞാലും എന്ത് ചെയ്യും? അഖീദ വെച്ചു. അറബി അറിയാഞ്ഞാൽ ഖുർആൻ അറബിയിലാണല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം നമ്മുടെ നാട്ടിൽ പറയണ്ട, നമ്മൾക്കിപ്പോൾ ഇതിന് തഫ്സീറൊക്കെ ഖുർആൻ എടുക്കുക, ഡിക്ഷണറി എടുക്കുക, ഖുർആൻ എടുക്കുക, ഡിക്ഷണറി എടുക്കുക. ഇപ്പം ഇഖ്റ, ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ട് വിവാദം ഉണ്ടായ സംഗതിയാണല്ലോ. ഇഖ്റ എന്ന് പറഞ്ഞാൽ എന്താ? വായിക്കുക. ശരിക്കും ഖറ എന്ന് പറഞ്ഞാൽ ജമാ എന്നർത്ഥമുണ്ട്. ജമാ ഒരുമിച്ച് കൂട്ട നിർത്തുന്നുണ്ട്, ബർക്കി കൂട്ട നിർത്തുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഖ്റ എന്ന് പറയുമ്പം നബിനോട് എന്താ ബുർഖ എന്ന് പറഞ്ഞത്? അപ്പോൾ മാ നബി ഖാരി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാൻ ബുർക്കിയല്ല എന്നല്ലേ? അല്ലല്ലോ, ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുന്ന. അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ വൽഹാസിൽ ചുരുക്കത്തിലുള്ളൂ. അതായത് ഖുർആൻ അറബി ഭാഷയിൽ, അറബി ഭാഷ അറിയാതിരുന്നാലും ഖുർആൻ്റെ ആശയത്തിന് എന്ത് ചെയ്യും? തെറ്റിപ്പോവും. ശരി, അതിൻ്റെ ചിലപ്പോൾ ലാഹിറായ അർത്ഥങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ചില ആൾക്കാരൊക്കെ, അതിൽ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് വെച്ചാൽ പിന്നെ ജഅൽനാഹും ഹസീദ്. ഇവിടെ നോക്കി, ഇവിടെ എത്ര മഫ്ഊലുണ്ട്? അവരെ നാം ഹസീദായിക്കൊണ്ട് സൃഷ്ടിച്ചു എന്നാ? അല്ലല്ലോ. വൈക്കോലാക്കി സൃഷ്ടിച്ചു എന്നല്ലല്ലോ. ജഅൽനാഹും ഹസീദ്, നാം അവരെ വൈക്കോലാക്കി മാറ്റി എന്നർത്ഥം. ശരിയല്ലേ? ഖാമിദീൻ എന്ന് പറഞ്ഞാൽ മയ്യത്തുകളായി, അതായത് ജീവച്ഛവങ്ങളായി, ജീവനില്ലാത്ത വസ്തുക്കളായി. ഒരു പിന്നെ ഹസീദ് കൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ പിന്നെ കൊയ്തെടുത്ത സംഗതികളിങ്ങനെ ഒരു നിരനിരയായിട്ട് വെക്കും. കാരണം അറബികളും മദീനക്കാരൊക്കെ സാധാരണ പിന്നെ ഇസ്ലാം കൃഷിക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയുമായി കൊണ്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് അധികം എന്ത് ചെയ്യുക ഖുർആനിൽ ഉണ്ടാകുക. മനസ്സിലായില്ലേ? അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇനി അള്ളാഹു പറയണതെന്ന് വെച്ചാൽ, അപ്പോൾ ഈ കണ്ട മനുഷ്യന്മാരും അതുപോലെ തന്നെ സംഗതികളൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി. എന്നിട്ട് അള്ളാഹുവിൻ്റെ തത്വം പഠിപ്പിക്കാൻ, വമാ ഖലഖന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ഈ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അവർക്കൊരു ഗൗരവമുള്ള, അതായത് ജീവിതത്തിനൊരു ഗൗരവം കാണാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ. അതായത് ജീവിതം അവസാനിക്കാൻ നേരത്തെ സത്യം മനസ്സിലാകും, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഇന്നാ കുന്നാ വാലിമീന്ന് അലറുന്ന ആൾക്കാർ ഇതൊക്കെ എപ്പോൾ മനസ്സിലാക്കണം? ജീവിതത്തിൻ്റെ മുമ്പ് മനസ്സിലാക്കണം. ജീവിതം ഒരു ഗൗരവത്തിന്, നമ്മുടെ ആളുകൾക്കൊക്കെ ഉള്ള രീതി എന്ന് വെച്ചാൽ ജീവിതത്തിനൊരു ഗൗരവം കാണില്ല. അള്ളാഹ് പറയുന്നത് വമാ ഖലഖന സ്സമാഅ വൽ അർള, ആകാശത്തെയും ഭൂമിയെയും നാം സൃഷ്ടിച്ചിട്ടില്ല.
വമാ ബൈനഹുമ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ളതും. ആ മാ മോസൂലിൻ്റെ മാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടോ, ജീവജാലങ്ങളുണ്ടാകാം, ഗാലക്സികൾ, മിൽക്കി എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെ ഇടയിൽ എന്തൊക്കെ ഉണ്ടോ അത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുക്കയും നാം സൃഷ്ടിച്ചിട്ടില്ല. എങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല? ലാഇബിൻ. എന്താ ലാഇബ് എന്ന് പറഞ്ഞാൽ? കളി. സാധാരണ നമ്മൾ കളി എന്ന് പറഞ്ഞാൽ എന്താ, ആളെ കളിയാക്കണേ നിറഞ്ഞ അർത്ഥം എന്താ? ആളെ കളിയാക്കണം എന്ന് പറഞ്ഞാൽ ഗൗരവത്തിൽ എടുക്കണതിന് പറ്റിയ കളി അറിയാം അല്ലല്ലോ. എന്താ ഞാൻ പറഞ്ഞ ഒരു കളിയാക്കി എടുക്കുന്നത് ഗൗരവത്തിൽ എടുക്കാത്തത് ചോദിക്കണില്ലേ എന്ന് പറഞ്ഞാൽ ലാഇബി എന്ന് പറഞ്ഞാൽ അതൊരു വെറുതെ ഒരു ഗൗരവത്തിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊന്നും ഗൗരവത്തിൽ കണ്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു വമാ ഖലഖന അസ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. അള്ളാഹു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ഒരിക്കലും ഒരു ലാബായിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ആകാശത്തെ സൃഷ്ടിച്ചതിലും ഭൂമിയെ സൃഷ്ടിച്ചതിലും അതിൻ്റെ ഇടയിലുള്ളതിനെ സൃഷ്ടിച്ചതിലും അള്ളാഹ്ക്ക് എന്തുണ്ട്? വമാ ഖലഖന അസ്സമാഅ വൽ അർള ഇല്ലാ ബിൽ ഹഖ് എന്ന് വേറെ സ്ഥലത്ത്. അത് ഒരു ഹക്കോട് കൂടിയാണ് അള്ളാഹ് ഇതിനൊക്കെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അള്ളാഹ്ക്ക് ലക്ഷ്യമുണ്ട്. ലക്ഷ്യം എന്ന് വെച്ചാൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇതാണ് ലക്ഷ്യം. നിങ്ങളിൽ നിന്ന് ആരാണ് ഏറ്റവും നന്നായി അമല് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇതിനൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആകാശങ്ങളെയും ഭൂമിയെയും ഒരു ലൈബായിട്ട് സ്വീകരിക്കാൻ പാടില്ല. അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല. ഇനി അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് കൊടുത്ത ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ തന്നെ വേറെ സത്ത് പറഞ്ഞില്ല. അവരവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കളിതമാശ. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് വമൽ ഹയാത്ത് ദുനിയ ഇല്ല ലഅബുൻ വലഹു. ചില ആളുകൾക്ക് ലഹുവാണ് ലഅബ. രണ്ടും അള്ളാഹു ഇവിടെ ഈ ആയത്തിൻ്റെ ശേഷം പറയുന്നുണ്ട്. ലവാറദിന അന്നത്തഖദ ലഹുവാൻ ഉണ്ടോ. അപ്പം ലഹുവും ലഅബും ഇത് രണ്ടും ഒരു അശ്രദ്ധമായി കൊണ്ട് ചെയ്യുന്ന, അതായത് ഒരു കാര്യഗൗരവത്തിലല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ചില്ല. ഇത് അള്ളാഹു പറഞ്ഞെന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമുക്ക് ലക്ഷ്യം ഉണ്ടാകണം. അപ്പം നമ്മുടെ ജീവിതത്തിന് നമ്മളെ ആളുകൾക്കൊക്കെ ഉള്ള ഒരു മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ജീവിച്ചു പോകണമെന്നല്ലാതെ, അതായത് ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണമായ ലക്ഷ്യം ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ ആത്മഹത്യകളൊക്കെ വർദ്ധിച്ചു വരുന്നത്. അല്ലേ? ബാപ്പ ചീത്തറിഞ്ഞാൽ പോയി തൂങ്ങിച്ചാകുക. അതായത് നമ്മളെ സലഫികളായ കുട്ടികൾ. എന്തുകൊണ്ടാണത്? ഈ ജീവിതത്തിന് ഗൗരവമില്ല. അതുകൊണ്ട് തന്നെ ജീവിതം ഒരു ഗൗരവത്തിലെത്തിട്ടില്ല. എന്തിനാണ് പടച്ചവനക്ക് എനിക്ക് ഹയാത്ത് തന്നെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. ജീവിതത്തിൽ ഗൗരവമില്ല. എന്തെങ്കിലും ചീത്തറിഞ്ഞാൽ പോയി കുളത്ത് ചാടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്തറിഞ്ഞാൽ പോയി കണ്ട് തൂങ്ങിച്ചാകുക. നമ്മളെ മുജാഹിദിൻ്റെ മക്കളാൻ പറഞ്ഞു. നമ്മളൊക്കെ പള്ളിയിൽ വരുന്ന ജുമാക്കൊക്കെ വരുന്ന ആളുകളുടെ മക്കളെ കുട്ടികളടക്കമുള്ളതാണ് തൂങ്ങി മരിക്കണം. ആ ജീവിതത്തെ ഒരു ഗൗരവത്തിൽ സ്വീകരിച്ചിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ തോണ്ടിക്കുത്തിരിക്കണത്. ഗൗരവം കൊണ്ട് ഇങ്ങനെ തോണ്ടിക്കുത്തിരിക്കും. വെള്ളം കാണാതെ തോണ്ടന്നെ. അതെന്തുകൊണ്ടാണ്? ഒരു ലഹുവാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കളിതമാശ, നേരം എങ്ങനെയെങ്കിലും ടൈം പാസ് എന്നല്ലേ നമ്മൾ പറയാം. ടൈം പാസ്. യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഓരോ സമയവും അമൂല്യമല്ലേ? ഓരോ സമയവും അമൂല്യമാണല്ലോ. ആ അമൂല്യമായ സമയം അനാവശ്യമായിക്കൊണ്ട് ചെലവഴിക്കുക എന്നുള്ളത് ഒരിക്കലും വിശ്വാസികൾ. എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ജീവിതത്തിന് ഗൗരവമല്ല, ലക്ഷ്യമല്ല. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ ഒരു നിമിഷം പോലും അവർ വെറുതിരിക്കണില്ല. മാത്രം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ചരിത്രം പരിശോധിച്ച സുബ്ഹാനല്ലാഹ്, അദ്ദേഹം രാത്രി വളരെ കുറച്ചുറങ്ങും, പിന്നെ എഴുന്നേറ്റ് വായിക്കും, എന്തെങ്കിലും എഴുതും, പിന്നെയും കുറച്ചുറങ്ങും, എഴുന്നേറ്റ് വായിക്കും, എന്തെങ്കിലും എഴുതും. യാത്രയിൽ പോലും എത്രത്തോളം ചോദിച്ചാൽ അവർ ബാത്റൂമിൽ പോവുകയാണെങ്കിൽ പോലും, ബാത്റൂം പോകുമ്പോൾ കിതാബ് ഉണ്ടാകാൻ പറ്റില്ലല്ലോ. അപ്പം എന്താ ചെയ്യുക? പുറത്തുനിന്ന് ഒരാളെ വായിക്കാൻ ഏൽപ്പിക്കുന്നു, ഉറക്കെ വായിച്ചായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സമയം പോലും അനാവശ്യമായി കളയാത്ത ആൾ. അങ്ങനെ പരിശ്രമിച്ചോലെ തന്നെ ദുനിയാവിൽ ആരായിട്ടുള്ളൂ? ഇമാമിയങ്ങളും പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ആയിട്ടുള്ളൂ.
അല്ലാതെ ജീവിതത്തിൽ ഉറങ്ങിയിട്ട് ഇമാമായ ആരെങ്കിലും ലോകത്തുണ്ടോ? വെറുതെ തൊള്ളം കാട്ടി നടന്നിട്ട് ഇമാമായവന് ഉണ്ടാവില്ല. മഞ്ചദ്ദ വജദ, അറബി സാധാരണ പറയാറുണ്ട് മഞ്ചദ്ദ വജദ. ആര് പരിശ്രമിച്ചോ അവന് തന്നെയാണ് കാണാൻ കഴിയുള്ളൂ. അത് ദുനിയാവിൻ്റെ ദീനിൻ്റെ വിഷയം തന്നെയാണ്. ദീനിൻ്റെ വിഷയത്തിൽ ആര് കഠിനാധ്വാനം ചെയ്തോ അവന് മാത്രമേ കാണാൻ കഴിയൂ. എല്ലാത്തവനും ഇങ്ങനെ തൊള്ളിയും കാട്ടി നടക്കാം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നന്മകൾ ആര് ചെയ്യുന്നു, തിന്മ ആര് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായി പരിശോധിക്കാനും വ്യക്തമായി അറിയാനും വേണ്ടി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത്. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ അള്ളാഹ്ക്ക് ലക്ഷ്യമുണ്ട്, അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യണം? ലക്ഷ്യമുണ്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ലാഭാകാൻ പാടില്ല, ലഹുവാകാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ തലമുറയെ മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ നേരം വെളുക്കുക, വൈകുന്നേരമാകുക, നേരം വെളുക്കുക എന്നല്ലാതെ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ഒരു ലക്ഷ്യബോധം ഇന്നത്തെ പുതിയ തലമുറക്ക് ഏതായാലും ഇല്ല. മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഒഴികെ അങ്ങനെ ജീവിക്കുകയാണ്. കുറേ അടിച്ചു പൊളിക്കണം, കുറേ പാട്ടാടണം, കുറേ തുള്ളണം, അതുപോലെ തന്നെ കുറേ ചാടണം, കുറേ മറിയണം. നമ്മളൊക്കെ ചെറുപ്പക്കാലത്ത് നമ്മളൊക്കെ സ്കൂൾ പഠിച്ചതന്നെയുള്ളൂ. നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഈ റോട്ടുമ്പിൽ പെൺകുട്ടികൾ തല്ലൂടാൻ നമ്മളാരും കണ്ടിരണോ? റോട്ടുമെന്ന് പെൺകുട്ടികൾ തല്ലൂടുക മലപ്പുറം ജില്ല ഉണ്ടായതാണ്. ആലോചിച്ച് നോക്കി, പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടുക. മനസ്സിലായില്ലേ? നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്, സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്കൂൾ വിട്ടാൽ ഒരു ഭാഗത്ത് കൂടെ ആൺകുട്ടികളും മറ്റേ റോഡിൻ്റെ ഒരു സൈഡ് കൂടെ പെടും. അങ്ങനത്തെ സൈഡുണ്ടോ? അപ്പോൾ സൈഡൊന്നും ചെല്ലും. ഒറ്റ സൈഡില്ല, രണ്ട് സൈഡും ആണിനും പെണ്ണിനാ. ഇതൊക്കെ മാറ്റങ്ങളാണ്. കാരണം ഇപ്പോൾ ആൺകുട്ടികളോട് വേറെ നടക്കാൻ പറഞ്ഞാൽ മോനേതോ പുറകോട്ട് വലിക്കുന്ന 6-ാം നൂറ്റാണ്ടുകാരനായി. എന്നാൽ ജീവിതത്തിന് ലക്ഷ്യമൊന്നുമില്ല. അങ്ങനെ കുറേ ആടിപ്പാടം നാക്കാലികളെ പോലെ കുറേ തിന്ന കുറേ പാട് തന്നെയാണ് ലക്ഷ്യം. സുബ്ഹാനല്ലാഹ്. അതാണ് വമാ ഖലഖന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അവർക്കിടയിൽ സൃഷ്ടിച്ച് ഒരിക്കലും ലഅബോടുകൂടിയല്ല എന്ന് പറഞ്ഞാൽ അതിന് ലക്ഷ്യമായുണ്ട്. ഇനി ലൗ അർദ്ന അൻ നത്തഖിദ ലഹ്വൻ, ഇനി നാം എങ്ങാനും അതിനെ ലഹുവായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ലൗ അർദ്ന, ലൗ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ, ലൗ അർദ്ന എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അറാദ യുരീദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇറാദത്തുണ്ട്. ഇറാദത്ത് അല്ലാഹുവിൻ്റെ സിഫത്താണ്. ലൗ അർദ്ന, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ഇങ്ങനെ അൻ നത്തഖിദ ലഹ്വൻ, ഒരു തമാശയായി, ഒരു ലഹുവായിക്കൊണ്ട് സ്വീകരിക്കാൻ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. ഈ ലഹുവിന് ചില മുഫസ്സിരീങ്ങൾ വേറെയും ചില അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതായത് വലത് എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ലഹുവിന് വലത്, അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്ന് ചില പണ്ഡിതന്മാർ അതിനർത്ഥം തഫ്സീറിൽ കാണാം. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ കാണാമല്ലോ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു ആൺകുട്ടി, അല്ലാഹു സന്താനത്തെ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. റസൂൽ പറയുന്നുണ്ട്, അങ്ങനെ അള്ളാഹ്ക്ക് സന്താനം ഉണ്ടെങ്കിൽ ഫഅന അവ്വലുൽ ആബിദീൻ, ഞാനായിരിക്കും ഒന്നാമത് ആരാധിക്കും. എൻ്റെ അർത്ഥമില്ല എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ നല്ല അർത്ഥം സന്താനങ്ങൾ, ലഹു എന്ന് പറഞ്ഞാൽ തമാശ എന്നാണ്, കളി, വിനോദം. ലൗ അർദ്ന അൻ നത്തഖിദ ലഹ്വൻ, ഈ ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചത് ഒരു ലഹുവായിക്കൊണ്ട് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ നാം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലത്തഖദ്നാഹു മിൻ ലദുന്ന, ലത്തഖദ്നാഹു എന്ന് പറഞ്ഞാൽ നാം അതിനെ സ്വീകരിക്കുമായിരുന്നു, മിൻ ലദുന്ന, നമ്മുടെ ഭാഗത്തു നിന്നു തന്നെ. അതായത് അങ്ങനെ അള്ളാഹ്ക്ക് വല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാം തന്നെ അത് ചെയ്യുമായിരുന്നു. പക്ഷേ ഇൻ കുന്ന ഫായിലിൻ, നാം ഒരിക്കലും ചെയ്യുന്നവനല്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഈ ഭൂമിക്കും ആകാശത്തിനും ഒരു വെറുതെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ അത് അള്ളാഹ് തന്നെ എന്ത് ചെയ്യുമായിരുന്നു? വെറുതെ സൃഷ്ടിക്കുമായിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടലതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇൻ കുന്ന ഫായിലീൻ, നാം അത് പ്രവർത്തിക്കുന്നവൻ അല്ല. ഇന്നവിടെ നിഷേധമൻ നഫിയാൻ. ഇൻ കുന്ന എന്ന് പറഞ്ഞാൽ നാം ഒരിക്കലും അല്ല, ഫായിലി എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവനല്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക്
കഴിയുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹ് എന്ത് ചെയ്യൂല, ചെയ്യൂല. മനസ്സിലായില്ലേ? ചില ആൾക്കാർ ചോദിക്കും, പിന്നെ അത് അള്ളാഹ്ക്ക് കഴിയോ, ഇത് അള്ളാഹ്ക്ക് കഴിയോ? ഒരേ സമയം വലുതും ഒരേ സമയം ചെറുതുമായ കാര്യം സൃഷ്ടിക്കാൻ അള്ളാഹ്ക്ക് കഴിയോ? അങ്ങനത്തെ സംഗതി തന്നെ മഹാലാണ്. അങ്ങനത്തെ സംഗതി ഇല്ലല്ലോ, ഇല്ലാത്ത സംഗതി ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. അള്ളാഹ്ക്ക് അത് കഴിയുമോ എന്നുള്ളത്. ഇൻ കുന്ന ഫായിൽ എന്നുള്ള പറഞ്ഞെന്താ, നാം അത് പ്രവർത്തിക്കുന്നവനല്ല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല. അതാണ് ലൗ അറദ്നാ അൻ നത്തഖിദ ലഹും ലത്തഖദ്നാഹു മിൻ ലദുന്നാ, നമ്മുടെ അടുക്കൽ നിന്ന് അഥവാ നാം അത് ചെയ്യുമായിരുന്നു, പക്ഷേ എന്ത് ചെയ്യൂല, ഇൻ കുന്ന ഫായിലിൻ, നമ്മത് ചെയ്യൂല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹ് എന്ത് ചെയ്യൂല, ചെയ്യൂല. പക്ഷെ അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ള. അപ്പോൾ നല്ലൊരു കാര്യം ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം എന്തല്ല, അള്ളാഹ്ക്കിന് കഴിയില്ല എന്നല്ല, കഴിയൂല എന്നല്ല. അള്ളാഹു ഒരു കാര്യം ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം അള്ളാഹ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നതല്ല, നേരെ മറിച്ച് അള്ളാഹു അത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അള്ളാഹു അത് ചെയ്യാതിരിക്കാൻ എന്തുണ്ടാവും, ചെയ്യാൻ ഹിക്മത്തുള്ളത് പോലെ തന്നെ ചെയ്യാതിരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തുണ്ടാവും, ചില ഹിക്മത്തുകളുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഹിക്മത്തുണ്ടാവും, ചെയ്യാതിരിക്കുമ്പോഴും ഹിക്മത്തുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഹിക്മത്ത് എന്താ നമുക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിന് ഹിക്മത്ത് നമുക്കറിയില്ല. നമുക്കറിയുന്ന കാര്യങ്ങളുണ്ടാകും, അറിയാത്ത കാര്യങ്ങളുണ്ടാകാം. അതാണ് ഇൻ കുന്ന ഫായിലിൻ. പക്ഷെ നാം അങ്ങനെ പ്രവർത്തിക്കുന്നവൻ അല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ചെയ്യാൻ കഴിയാഞ്ഞിട്ടില്ല, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ഹിക്മതാണ്. അള്ളാഹു അൽ ഹക്കീം എന്ന് പറഞ്ഞു. അള്ളാഹ്ക്കെല്ലാം ഹിക്മത്തുണ്ടാവും. അവനൊരു കാര്യം ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും ഹിക്മത്തുണ്ടാവും. ആ ഹിക്മത്ത് എല്ലാം നമുക്ക് പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല. മനസ്സിലായാൽ അത്രയും നല്ലത്. പക്ഷെ മനസ്സിലായിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഹിക്മത്തുകൾ അതിൽ നിന്ന് ഒഴിവാകും എന്ന് പറയാൻ പറ്റില്ല. അതാണ് വല്ലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വൻ, ഒരു കളി വിനോദമായിക്കൊണ്ട് നാം അതിനെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലത്തഖദ്നാഹു മിൻ ലദുന്നാ, നമ്മുടെ അടുക്കൽ നിന്ന് നാം അത് സ്വീകരിക്കുമായിരുന്നു, അഥവാ നാം തന്നെ അത് ചെയ്യുമായിരുന്നു. പക്ഷേ ഇൻ കുന്ന ഫായിലിൻ, നാം അങ്ങനെ ചെയ്യുന്നവനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. പക്ഷേ കഴിവുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പം വിശുദ്ധ ഖുർആൻ തന്നെ കാണാമല്ലോ, ഒരിക്കലും ലോകത്തുള്ള എല്ലാ ആളുകളെയും മുസ്ലിമാക്കാൻ അള്ളാഹ്ക്ക് എന്ത് ചെയ്യും, കഴിയുമല്ലോ. പക്ഷെ അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ആക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ അള്ളാഹ് എന്താ പറഞ്ഞത്, വലൗ ശാഅ ലആമന മൻ ഫിൽ അർദി ജമീഅൻ, അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരും എന്തായിരുന്നു, മുസ്ലിമാകുമായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്തിട്ടില്ല. അതൊരു പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ നമുക്ക് ദഅവത്ത് നടത്തേണ്ടതെന്നല്ല, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, നമുക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എത്തിച്ചു കൊടുത്താൽ അതിന് പുണ്യം നമുക്കുണ്ടാവും, അത്രേ ഉള്ളൂ. ഇനി അപ്പോൾ ഇതാണ് ഇൻ കുന്ന ഫായിൽ എന്ന് പറഞ്ഞത്, നമ്മൾ അത് പ്രവർത്തിക്കുന്നവനല്ല. ഇനി ബൽ നഖദിഫു ബിൽ ഹഖി അലൽ ബാത്തിൽ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബൽ എന്നാൽ, നഖദിഫു, ഖദഫ യഖദിഫു എന്ന് പറഞ്ഞാൽ എറിയുക എന്നർത്ഥം. ഖദഫ് എന്നുണ്ടല്ലോ, ഖദഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും റമ എന്നർത്ഥം. റമ, ഖദഫ എന്ന് പറഞ്ഞാൽ ഖദഫുൽ മുഹ്സനാത്ത് എന്ന് പറയും. അതായത് വ്യഭിചാര ആരോപണം നടത്തുന്നു പറയും. ഖദഫ് എന്ന് പറയും വ്യഭിചാര ആരോപണം നടത്താൻ. ഇപ്പം ഖദഫ എന്ന് പറഞ്ഞാൽ ശരിക്കും എറിയുക എന്ന്. അതാണ് റമ എന്ന് പറഞ്ഞത്. അത് റമിയുൽ മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ മുഹ്സനാത്തുകളെ, പവിത്രകളായ സ്ത്രീകളെ സംബന്ധിച്ചും അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചും വ്യഭിചാര ആരോപണം നടത്തുന്നതിന് ഖദഫ് എന്ന് പറയും. വൽ നഖദിഫു ബിൽ ഹഖി, ഹക്ക് കൊണ്ട് നാം എറിയുന്നതാണ്. എറിയുക എന്ന ഉദ്ദേശം എന്താ വെച്ചാൽ തകർക്കുക എന്നർത്ഥം. ഇവിടെ ഉദ്ദേശം എന്താണ്, തകർക്കുക. ബൽ നഖദിഫു ബിൽ ഹഖി, ഹക്ക് കൊണ്ട് നാം തകർക്കുന്നതാണ് അല്ലെങ്കിൽ എറിയുന്നതാണ്. എന്തിന്മേൽ? അലൽ ബാത്തില്, ബാത്തിലിൻ്റെ മേൽ. അപ്പോൾ ഹക്ക് കൊണ്ട് ബാത്തിലിനെ നാം തകർക്കുന്നതാണ്.
അല്ലെങ്കിൽ ഹക്ക് കൊണ്ട് ബാത്തിലിൻ്റെ മേൽ നാം എറിയുന്നതാണ്. അപ്പോൾ ലോകത്ത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണ്? ഒന്നുകിൽ ഹക്ക്, ഒന്നുകിൽ ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. ഹക്കിന് ശേഷം പിന്നെ ളലാലത്തല്ലാതെ ബാത്തിലല്ലാതെ വേറെന്താണ്? അപ്പോൾ ഒന്നുകിൽ അത് ഹക്കായിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും? ബാത്തിലായിരിക്കും. അതല്ലാത്ത രണ്ടിൻ്റെ ഇടയ്ക്കുള്ള നമ്മൾ പറയില്ല നിഷ്പക്ഷം, അപ്പുറത്തുമില്ല അപ്പുറത്തുമില്ല, അങ്ങനത്തെ അല്ല പറയും. ഒന്നുകിൽ ഹക്കായിരിക്കും അല്ലെങ്കിൽ ബാത്തിൽ. അതാണ് ബൽ നഖദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ. ഹക്കിനെ നാം ബാത്തിലിനെ നാം ഹക്ക് കൊണ്ട് തകർക്കുന്നതാണ്. ലോകത്ത് ഇത് ഏത് കാലഘട്ടത്തിലും സംഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഹക്ക് വന്ന് അതാ വജാ അൽ ഹക്കു വസഹഖൽ ബാത്തിൽ. ഹക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബാത്തിൽ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ ഹക്കും ബാത്തിൽ കൂടിക്കലർന്നുണ്ടാവില്ല. അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. അതായത് പിന്നെ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. സൂറത്ത് ബഖറ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പിന്നെ എന്താണ്? വൈദാ ഖലൂ ഇലാ ശയാത്തീനിഹിം ഖാലൂ ഇന്നാ മഅക്കും. ഞങ്ങൾ അവരെ പരീക്ഷിക്കുക, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ്. യഥാർത്ഥത്തിൽ വല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമൂൻ. അവരെ അള്ളാഹനല്ല പരീക്ഷിക്കണം, അള്ളാഹു അവരെ പരീക്ഷിക്കുക. അവരിങ്ങനെ ലൂസാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുകിൽ ഹക്ക് അല്ലെങ്കിൽ ബാത്തിൽ. ഇപ്പോൾ ബാത്തിലല്ലാത്തവർ ഹക്കിലാണ്, ഹക്കിലല്ലാത്തവർ ബാത്തിലാണ്. ഹക്കിലില്ലാത്തവരൊക്കെ ബാത്തിലാണ്. അപ്പം ഇനി പകുതി ഹക്കും പകുതി ബാത്തിലും എന്നുള്ളതല്ല. പകുതി ബാത്തിലായാലും ഓനം തന്നെയാണ്, ബാത്തിൽ തന്നെയാണ്. അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഓന് കുറച്ചൊക്കെ ശരിയാണ്, ഓന് കുറച്ചൊക്കെ അബദ്ധമുള്ളൂ, ഓനും തന്നെയാണ്. വമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. ഹക്കിന് ശേഷം വലാലത്തല്ലാതെ മറ്റെന്താണുള്ളത്? ഹക്കിന് ശേഷമുള്ളതൊക്കെ ദലാലത്താണ്. മനസ്സിലായില്ലേ? അപ്പം രണ്ടും കൂടിക്കലർന്ന സംഭവം ഇല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഹൗലായി വലാ ഇലാഹ ഹൗലായി. കപടവിശ്വാസികളെ പറ്റി അള്ളാഹ് പറഞ്ഞതാണ് മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഹൗലായി വലാ ഇലാഹ ഹൗലായി. അതായത് ഹക്കിൻ്റെയും ബാത്തിലിനും ഇടയിൽ ഇങ്ങനെ ഈ ട്രിപ്പീസുകളുണ്ടല്ലോ, കുറച്ച് അങ്ങോട്ടും കുറച്ച് വന്നാൽ അവിടെ ആനുകൂല്യം കിട്ടുമ്പോൾ അങ്ങോട്ടിയാടും, ഇവിടെ ആനുകൂല്യം അങ്ങോട്ടിയാടും. അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നല്ലൊരു ഉദാഹരണമുണ്ട് ഹദീസിൽ. അതായത് രണ്ട് പെണ്ണാടിനിടയിൽ നിൽക്കുന്ന ഒരു മുട്ടനാടിനെ പോലെയാണ്. അതായത് രണ്ട് പെണ്ണാടുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു ആണാടിനെ പോലെയാണ് അവന്. ആ കൺഫ്യൂഷൻ ഈ കാരണം ഇങ്ങോട്ട് പോകണോ അതിലങ്ങോട്ട് പോകണോ എന്ന് കൺഫ്യൂഷനായി നിൽക്കുന്ന അവസ്ഥ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ബൽ നഖദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ. ബാത്തിലിനെ നാം ഹക്ക് കൊണ്ട് തകർക്കുന്നതാണ്. ഇത് ലോകത്ത് എവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞത് വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ഉണ്ടോ? ഈ ദീന് ഹക്കാണ്. ഈ ദീന് മാത്രമേ എന്തുള്ളൂ? ഹക്കുള്ളൂ. പക്ഷേ ഈ ഹക്ക് എന്ത് ചെയ്യും? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. എല്ലാ മതത്തെയും ഈ ദീൻ എന്ത് ചെയ്യും? അതിജയിക്കും. അള്ളാഹിൻ്റെതല്ലാത്ത ദീനുകളുണ്ട്, പക്ഷേ ആ ദീനുകളൊക്കെ ഈ മതം എന്ത് ചെയ്യും? അതിജയിക്കും. വലൗ കരിഹൽ കാഫിറൂൻ എന്ന സ്ഥലത്ത് പറഞ്ഞു, വലൗ കരിഹൽ മുശ്രിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പറഞ്ഞു. അപ്പം ഈ കാഫിറുകൾക്കും മുശ്രിക്കുകൾക്കും അവർക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. ഒരു ബാത്തിൻ്റെ ആൾക്കാരല്ലേ. അപ്പോൾ ബാത്തിലിൻ്റെ ആൾക്കാർക്ക് ഹക്കിന് ആധിപത്യം കിട്ടണമെന്നുണ്ടാവില്ല, സഹിക്കാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹക്കാണ് ദീന്. ആ ദീന് എന്ത് ചെയ്യും? അള്ളാഹ് അവിടെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അതാണ് സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി ഹത്താ യതബയ്യനഹും അന്നഹുൽ ഹഖ്. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞാണ് സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി. നമ്മുടെ ആയത്തുകൾ നാം അവർക്ക് ആഫാഖിൽ ചക്രവാളങ്ങളിൽ കാണിച്ചു കൊടുക്കും. ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ആ ഹക്കാണ് എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹുവിൻ്റെ ഖുർആൻ ഹക്കാണെന്ന് അവർക്ക് വ്യക്തമാകുന്നത് വരെ നാം ആയത്തുകൾ എന്ത് ചെയ്യും? അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ഖുർആനിലുള്ളതാണ്, അതാണ് ഹക്ക്. ഇപ്പോൾ ഖുർആൻ കൊണ്ടതിൽ മറ്റു സംഗതികളെ തകർക്കും. എന്നിട്ട് ഫയദ്മഗു ദമഗ. ദിമാഗ് എന്ന് പറഞ്ഞാൽ എന്താ? പൊറുട്ടൊക്കെ അറിയാലോ. നിങ്ങൾക്ക് ദിമാഗ് നീ ദിമാഗ് എന്ന് പറഞ്ഞാൽ ദമഗ ശരി. ഫയദ്മഗു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഹക്ക് പിന്നെ
ബൽ നഖ്ദിഫു ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് നാം ബാത്തിലിനെ എറിയുന്നതാണ്, തകർക്കുന്നതാണ്. അങ്ങനെ ഫയദ്മഗുഹു, ആ ഹക്ക് ബാത്തിലിൻ്റെ ദിമാഗിനെ തകർക്കുന്ന, ബാത്തിലിൻ്റെ തലച്ചോറ് തകർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തല തകർക്കും. ഫയദ്മഗു എന്ന് പറഞ്ഞാൽ ശരിക്കും തകർക്കും. ആ ഹക്ക് എന്ത് ചെയ്യും? ബാത്തിലിൻ്റെ ദിമാഗിനെ തകർത്ത് കളയും. സാധാരണ തല പോയാൽ എന്താ ഉണ്ടാകുക? പിന്നെ നിലനിൽക്കുണ്ടാവും. അപ്പോൾ ഫയദ്മഗുഹു എന്ന് പറഞ്ഞാൽ ആ ഹക്ക് ബാത്തിലിൻ്റെ ദിമാഗിനെ തകർക്കും. ദിമാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലച്ചോറിനാണ് സാധാരണ എന്ന് പറഞ്ഞാൽ ബാത്തിലിന് അശേഷം തകർത്ത് കളയും. ഇത് സത്യത്തിൻ്റെ ഒരു രീതിയാണ് ഫയദ്മഗു എന്ന് പറഞ്ഞാൽ. ഹക്ക് കഴിഞ്ഞ് സാധാരണ ഹക്ക് എന്ന് പറഞ്ഞാൽ നൂറാണല്ലോ, പ്രകാശമാണ്. ബാത്തിൽ എന്ന് പറഞ്ഞാലോ ഇരുട്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതേ സമയത്ത് കാഫിറുകളായ ആളുകൾ, ഓരോ ഔലിയാക്കന്മാരെന്ത് ചെയ്യും? യുഖ്രിജുനഹും മിനൻ നൂരി ഇലദ്ദുലുമാത്, ദുലുമാത്തിൽ പ്രകാശത്തിൽ ഇരുട്ടുകളിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ പിന്നെ ഹക്ക് എന്ന് പറഞ്ഞാൽ വെളിച്ചാണ്, ബാത്തിൽ എന്ന് പറഞ്ഞാൽ ഇരുട്ടുകളാണ്. സ്വാഭാവികമായിട്ടും വെളിച്ചം വന്നെന്തുണ്ടാവും? ഇരുട്ട് പോലെ. വെളിച്ചം വന്നെന്തുണ്ടാവും? ഇരുട്ട് പോകും. അപ്പോൾ വെളിച്ചം അതാണ് ഫയദ്മഗു. അപ്പോൾ ഹക്ക് ആ ബാത്തിനെ തകർത്ത് കളയുന്നതാണ്. ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന അമ്പിയാക്കന്മാരുടെ ചരിത്രമാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചരിത്രമാണെങ്കിലും ഒക്കെ ഈ ഒരു പ്രക്രിയ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. എവിടെ ബാത്തിലുണ്ടോ അവിടെ ഹക്ക് വന്നാൽ ബാത്തിലില്ലാതാവും. പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹക്കിലായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞ് ജനങ്ങളിലേക്ക് ബാത്തിൽ കടന്നു വന്നു. ശിർക്കാരാധന, ബിംബാരാധന, വിഗ്രഹങ്ങളൊക്കെ ബാത്തിൽ വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നൂഹ് നബിനെ അയച്ചു, അവിടെ ബാത്തിലില്ലാതാക്കി. പിന്നീട് വീണ്ടും ബാത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ പിന്നെ ഹക്കിന് അള്ളാഹ് അയക്കും. അർസല റസൂലഹു ബിൽ ഹുദാ വദീൽ ഹക്ക്. അമ്പിയാക്കന്മാരൊക്കെ ഹക്കുമായിട്ടാണ് വരിക. അതുപോലെ തന്നെ മൂസാ നബിൻ്റെ കാലശേഷം വന്നു. അതിൽ കുറേ ആൾക്കാർ പുരോഹിതന്മാർ കൈക്കടത്തി. ഈസാ നബിനെ അയച്ചു. ഈസാ നബിൻ്റെ കാലശേഷം ഒരുപാട് ആളുകൾ കൈക്കടത്തിലുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു നബിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? അതിന് കൈക്കടത്തലുകളിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? സംരക്ഷിച്ചിട്ടുണ്ട്. അത് ഇന്നാ നഹ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദ്. ഇനി കൈക്കടത്താൻ ആളുകൾക്ക് കഴിയില്ല. മറ്റുള്ള വേദങ്ങൾ കൈക്കടത്തിയതുപോലെ കൈക്കടത്താൻ സാധിക്കില്ല. പിന്നെ പ്രവാചകൻ്റെ ആവശ്യമില്ല. കാരണം അതാണ് ലാ തസാലു ത്വായിഫത്തുൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഇത് ഈ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകത. ഹക്കിൽ അടിയുറച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ഏത് കാലഘട്ടത്തിലും ഉമ്മത്തിനുണ്ടാവും. മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ ആളുകളും. അതുകൊണ്ട് റസൂൽ പറഞ്ഞു ലാ തജ്തമി ഉമ്മത്തി അലൽ ളലാല. എൻ്റെ ഉമ്മത്ത് എന്ത് ചെയ്യൂല? ഇനി എനിക്ക് ശേഷം ഒരു വലാലത്തിൽ യോജിപ്പുണ്ടാവില്ല. വലാലത്തുണ്ടാവില്ല എന്നല്ല, വലാലത്തുണ്ടാവും. പക്ഷെ ഒരു വലാലത്തിൽ എല്ലാവരും കൂടി എന്ത് ചെയ്യൂല? യോജിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇജ്മാ ഹുജ്ജത്ത എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം ലോകത്തുള്ള മുസ്ലിമുകൾ എല്ലാവരും കൂടി യോജിച്ചിട്ട് കാര്യം തീരുമാനമെടുത്താൽ അതൊരിക്കലും എന്താവില്ല? ബാത്തിലാവില്ല, ഹക്കയാവും. അതുകൊണ്ടാണ് ഇജ്മാഇന് പിന്നെ ഹുജ്ജത്ത് ഉണ്ടായത്. അപ്പോൾ അതാണ് ഫയദ്മഗു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഹക്ക് ബാത്തിലിൻ്റെ തല തകർത്ത് കളയും, അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കി കളയും. ഫഇദാ ഹുവ സാഹിഖുൻ. ഫഇദ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്. സാഹിഖുൻ, സഹഖ ജാഅൽ ഹഖ് വ സഹഖൽ ബാത്തിൽ. സഹഖ എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവുക. അപ്പോൾ ആ ബാത്തിലിനെ ഹക്ക് തകർത്ത് കളയുമ്പോൾ ഫഇദാ ഹുവ സാഹിഖുൻ, ആ ബാത്തിൽ എന്ത് ചെയ്യും? സഹഖ. അതാണ് ജാഅൽ ഹഖ് വ സഹഖൽ ബാത്തിൽ എന്ന് പറഞ്ഞത്. ഹക്ക് വന്നാൽ എന്താ ഉണ്ടാകുക? ബാത്തിൽ സാഹിഖാവും, ബാത്തിൽ ഇല്ലാതെയായിത്തീരുന്ന അവസ്ഥ ഉണ്ട്. അതാണ് പ്രകാശം വന്നാൽ ഇരുട്ടില്ലാതെയാകുന്ന അവസ്ഥ പോലെ ഹക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാത്തിൽ ഇല്ലാതെയാകുന്ന അവസ്ഥ ഉണ്ടാകും. ഇപ്പം നോക്കി നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു വലാലത്തിൽ കൂടി ജീവിക്കുന്നൊരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഹിദായത്താകുന്ന ഹക്ക് കയറി എന്തുണ്ടാകുക? വലാലത്താണ് പോവും. അവൻ വീണ്ടും വെളിച്ചത്തിലേക്ക് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അവന് വീണ്ടും വെളിച്ചത്തിലേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതാണ്
ഹക്കിൽ നിന്ന്. അതാണ് റസൂലുള്ളാഹി പ്രാർത്ഥന, അല്ലാഹുമ്മ അരിനിൽ ഹഖ്ക ഹഖൻ, ഹക്കിനെ ഹക്കായിക്കൊണ്ട് നീ എനിക്ക് എന്ത് ചെയ്യണം, കാണിച്ചു തരും. എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഹക്ക് വന്നു കഴിഞ്ഞാൽ ബാത്തിലില്ലാതെയാകുന്ന അവസ്ഥ ഉണ്ടാകും. അത് ഹക്കിൻ്റെ ഒരു പവറാണ്, അല്ലാതെ പറയുന്നവൻ്റെ പവറല്ല. മനസ്സിലായില്ലേ? അതായത് ഈ ഹക്ക് എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതായത് കൊണ്ടുണ്ടാകുന്ന ഒരു ശക്തിയാണ്. അതല്ലാതെ ഇനിയിപ്പോൾ പറയുന്നവൻ്റെ പ്രസംഗ വൈഭവം അല്ലെങ്കിൽ അവൻ്റെ എഴുത്തിൻ്റെ വൈഭവം കൊണ്ടല്ല. അത് ഈ ഹക്കിൻ്റെ നൂറുണ്ടല്ലോ, ഹക്കിന് എന്തുണ്ട്, അതിൻ്റേതായൊരു വെളിച്ചവും ഒരു ശക്തിയുണ്ട്. ബാത്തിൽ ദുഅഫാണ്, ദഈഫാണ്. അതാണ് പറഞ്ഞത് ഫൈദ്മഹു ഫൈദാഹു വസ. അപ്പോൾ എത്ര വലിയ ബാത്തിലിൻ്റെ കോട്ടക്കൊത്തങ്ങളെയും തകർക്കാൻ ശക്തിയുള്ളതാണ് ഫൈദ്മഹു എന്ന് പറഞ്ഞാൽ. ശരിക്കും ഒരു ദിമാഗുകൾ തകർക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയില്ല ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എത്ര വലിയ ബുദ്ധിയാണ്, കുതന്ത്രങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെതിരെ എന്തൊക്കെ കുതന്ത്രങ്ങളും അതുപോലെ ദിമാഗ് കൊണ്ട് എന്തൊക്കെ കുതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും വിജയിക്കാത്ത എന്തുകൊണ്ടാണ്? അതവിടെ പറഞ്ഞുകൊണ്ട് തന്നെ ആ ദിമാഗ് തകർക്കാനുള്ള ശക്തി ഹക്കിനുണ്ട്. ഇനി അള്ളാഹ് പറയുന്നുണ്ട് ഫലക്കുമുൽ വൈൽ വലക്കുമുൽ മൈലു മിമ്മാ തസിഫൂൻ. ഇങ്ങനെയൊക്കെ അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നാശം എന്തിന്? മിമ്മാ തസിഫൂൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച്. അതാണ് സത്യനിഷേധികളായ ആളുകൾ അള്ളാഹ്ക്ക് സന്താനങ്ങളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല യദുല്ലാഹി മഗ്ലൂല, അള്ളാഹിൻ്റെ രണ്ട് കരങ്ങളും ബാക്കിലേക്ക് കൈ അള്ളാഹ് പിശുക്കനാണ്, നഊദു ബില്ലാ, അള്ളാഹ്ക്ക് സന്താനങ്ങളുടെ നഊദു ബില്ലാ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശേഷണങ്ങൾ, അതിൻ്റെ കാരണത്താൽ നിങ്ങൾക്ക് നാശം. അള്ളാഹിനെ സംബന്ധിച്ച് ഇല്ലാത്തത് ഒരാൾ പറഞ്ഞാൽ എന്നുണ്ടാകുക വലക്കും അൽവയ. ഇന്നിപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ച് ഇല്ലാത്ത പറയാനൊന്നും വലിയ മടിയൊന്നുമില്ല. അള്ളാഹിൻ്റെ ഖുറാനില്ലാത്ത ഖുറാനിലുണ്ടെന്ന് പറയാം, അള്ളാഹിൻ്റെ ഖുറാനിൻ്റെ ഉള്ളത് അർത്ഥം മാറ്റിയിട്ട് പറയാം, അള്ളാഹിൻ്റെ ഖുറാൻ്റെ പേരിൽ കളവ് പറയാം. ഇന്നിപ്പോൾ ഒരു വിഷയമുള്ള കാര്യമല്ല. മനസ്സിലായി? പുതിയ ആയത്തുണ്ടാക്കുക. കൊറോണൻ്റെ കാലത്തൊരു ആയത്തുണ്ടായിരുന്നു, കൊറോണൻ്റെ ആയത്ത് എന്നാൽ ഇസ്ലാമിനില്ലാത്ത ഉണ്ടാക്കിയ ചില ആളുകൾ. ഇസ്ലാമിൻ്റെ ശത്രുക്കളുണ്ട്, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇല്ലാത്ത ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആൾക്കാരെന്ത് ചെയ്യണത്? അതിൻ്റെ ഉദ്ദേശം അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ഉദ്ദേശിക്കാത്തൊരു കാര്യം അള്ളാഹിൻ്റെ ഖുറാൻ്റെ പേരിൽ എന്ത് ചെയ്യുക? പറയുക. അതാണ് വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നാശം. അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞതേ, അള്ളാഹ് ഉദ്ദേശിച്ചതേ പറയാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ഒരു വാചകത്തിൻ്റെ ഉദ്ദേശം, ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എനിക്കല്ലേ കൂടുതൽ അറിയാം. ഇപ്പം ഞാൻ പറയുകയാണ് എൻ്റെ ഉദ്ദേശം ഇതാണ്, അപ്പം നമ്മൾ പറയാം നിങ്ങൾ ഉദ്ദേശിച്ചതില്ല, നിങ്ങൾ ഉദ്ദേശിച്ചതല്ലേ. പിന്നെ അല്ലാഹ ബിദീനിക്കും അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങൾ ദീനിന്, അള്ളാഹിൻ്റെ ദീനെ പറ്റി അള്ളാഹ്ക്ക് അങ്ങോട്ട് പഠിപ്പിക്കണം. അങ്ങനെ ഒപ്പിച്ച ആൾക്കാരെ രീതി അള്ളാഹിനെ നമ്മൾ അങ്ങോട്ട് പഠിപ്പിക്കുക. അല്ലാഹ ബിദീനിക്കും, നിങ്ങൾ അള്ളാഹിനെ അങ്ങോട്ട് ദീൻ പഠിപ്പിക്കണോ? എൻ്റെ ആവശ്യമില്ല. അള്ളാഹ് പഠിപ്പിച്ച ദീൻ നമ്മൾ സ്വീകരിക്കില്ലാതെ നമുക്ക് അള്ളാഹ്ക്ക് ദീൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥയല്ല. മനസ്സിലായില്ല? അതുണ്ടായിക്കഴിഞ്ഞാൽ വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ, നിങ്ങൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് നാശം. നമ്മൾ നല്ലോണം സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹ് പറയാത്ത, അള്ളാഹ് ഉദ്ദേശിക്കാത്തൊരു കാര്യം പറയാം. അതാണ് വമൻ അളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദബ ബിആയാതി. അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കുകയും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുകയും ചെയ്യുന്നവനേക്കാൾ ഒമൻ അളമു എന്നല്ല പറഞ്ഞു, അതിനേക്കാൾ വലിയ ദുൽമ ചെയ്തവൻ ലോകത്ത് ആരുണ്ട്. ചില ഉലമാക്കൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ശിർക്കിനേക്കാളും വലിയ തിന്മയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാത്ത ഒന്നിനെ അള്ളാഹിൻ്റെ പേരിൽ ദീനായിക്കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ചു അള്ളാഹിൻ്റെ സ്ഥാനത്തായി. കാരണം ശരീഅത്തുണ്ടാക്കുന്നത് ആരാണ്? അള്ളാഹല്ലേ. ഹലാലും ഹറാമും തീരുമാനിക്കണതായിരുന്നു. അപ്പോൾ ഇവന് പറയാണ് ഇത് ദീനാണെന്ന് പറഞ്ഞാൽ ഓൻ അള്ളാഹിൻ്റെ സ്ഥാനത്തേക്ക് അവൻ സ്വന്തം അവരോധിക്കുകയാണ്. അപ്പോൾ അത് വലിയ തിന്മയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. ചുരുക്കത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹ് പറയാത്തതൊന്നും നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹു പറഞ്ഞതിനെ നിഷേധിക്കുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്യാൻ പാടില്ല. ഹക്കിന് മാത്രമേ ലോകത്ത് നിലനിൽപ്പുണ്ടാവുള്ളൂ. ഹക്കിന് മാത്രമേ ലോകത്ത് നിലനിൽപ്പുണ്ടാവുള്ളൂ. ബാത്തിൽ എന്ത് ചെയ്യും? ലോകത്ത് നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. അത് ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഇനി ഭാവിയിലുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാലും പിന്നെ നമുക്ക്
മനസ്സിലാവുന്ന കാര്യം. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇസ്ലാമിന് എവിടെയെങ്കിലും ചെറിയൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ബേജാറാകേണ്ട ആവശ്യമില്ല. ഫൈദമഹു അലൽ ഹക്ക്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഹക്ക് കൊണ്ട് ബാത്തിലിനെ തകർക്കുക എന്ന് പറഞ്ഞാൽ ബാത്തിലിൻ്റെ ആൾക്കാരെ തകർക്കുക, ഓലെ വാദങ്ങൾ തകർക്കുക, ഓലെ ഇല്ലാതെയും ചെയ്യുക. അത് ലോകത്ത് പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഹക്കിൻ്റെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ശരി, നമ്മുടെ ഹക്ക് നിൽക്കുന്നത് നമ്മളെ സ്റ്റെപ്പ് തെറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതല്ലാതെ ലോകത്ത് ഹക്കേ വിജയിക്കുകയുള്ളൂ, ബാത്തിൽ ഒരിക്കലും വിജയിക്കുകയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്ലാമു യഅലു വലാ യുഅല അലൈഹി, അൽ ഇസ്ലാമു യഅലു വലാ യുഅല അലൈഹി, ഇസ്ലാമായിരിക്കും മുകളിൽ വരിക, അതിൻ്റെ മുകളിൽ പിന്നെ വേറൊന്നും ഉണ്ടാകും. ലിയുദ്ഹിറഹു അലദ്ദീൻ, ബഹർ എന്ന് പറഞ്ഞാൽ പുറം, എല്ലാത്തിനും പുറത്ത് കയറി നിൽക്കണമെന്തായിരിക്കും? ഇസ്ലാമായിരിക്കും. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ താഴെ ഉണ്ടാവും. അതാണ് ഇസ്ലാം യഅലു വലാ യുഅല അലൈഹി, ഇസ്ലാമാണ് എന്നും പിന്നെ മുകളിൽ നിൽക്കുക, അതിൻ്റെ മുകളിൽ വേറൊരു ദീനും വേറൊരു മതവും ഒരാദർശവും തീവില വരികയില്ല. അതാണ് മുസ്ലിമീങ്ങളായി നമുക്കുള്ള സമാധാനം. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞെന്ന ഇസ്ലാമിനെ സംബന്ധിച്ച് സന്തോഷ വാർത്തകൾ എമ്പാടും നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. അള്ളാഹിൻ്റെ ദീനും തെറ്റിക്കഴിഞ്ഞാൽ അതാണ് വലക്കുമുൽ വൈൽ, നിങ്ങൾക്ക് നാശമുണ്ടാകും എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കി കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് പഠിച്ചെടുക്കാനും അള്ളാഹു നമുക്കുള്ള حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.